ശ്രീകുമാർ മനയിൽ ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വ്യക്തിപരമായ വ്യതിയാനങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് കോൺഗ്രസ് പാർട്ടി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനത്തിന് എന്ത് സംഭവിച്ചു? ഇപ്പോൾ രാഹുൽ കോൺഗ്രസുമായി അസോസിയേറ്റ് ചെയ്ത യാതൊരു കാര്യത്തിലും ഉൾപ്പെട്ടിരുന്നില്ല എന്ന നിലയായിരുന്നുവെങ്കിൽ, രാഹുൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കി നടക്കുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ വിവാദത്തിൽ കോൺഗ്രസ് മറുപടി പറയേണ്ട പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയ ബോധ്യം അനുസരിച്ച് ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയാമായിരുന്നു. പക്ഷേ നടപടിക്ക് ശേഷവും രാഹുൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ചോദിക്കുമ്പോൾ നടപടിയൊക്കെ നേരത്തെ എടുത്തല്ലേ എന്ന് പറഞ്ഞ് ഒഴിയാൻ എങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പറ്റുക? അഭിലാഷ് പറഞ്ഞ പോലെ ചോദ്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ നേരത്തെ നടപടിയെടുത്തതല്ലേ എന്ന് പറഞ്ഞൊഴിയാൻ മാത്രമേ കോൺഗ്രസ്സിന് സാധിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് രണ്ട് മുഖമുണ്ട്. ഒന്ന് ധാർമ്മികമായ മുഖം, മറ്റൊരു രാഷ്ട്രീയമായ മുഖം. ഇതിൽ ധാർമ്മികമായ മുഖത്തെ കോൺഗ്രസ് പാർട്ടി അഭിസംബോധന ചെയ്തു. എന്നാൽ രാഷ്ട്രീയമായ മുഖത്തെ അവർക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അടങ്ങുന്ന ഒരു നേതൃനിരയ്ക്ക്, അല്ലെങ്കിൽ ആ നേതൃനിരയുടെ ഒരു ശക്തിക്ക് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം ഒന്ന് അയഞ്ഞു കൊടുക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ധാർമ്മികമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ മുമ്പിൽ വന്ന പരാതിയിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ അഭിപ്രായപ്പെട്ട പോലെ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു, മാറ്റി നിർത്തി. കാരണം ആ പരാതിയിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് നേതാക്കൾക്ക് തന്നെ നേരത്തെ തന്നെ ഈ ആരോപണങ്ങളൊക്കെ ഉയരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ചില ബോധ്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അങ്ങനെ അവർ അത് മാറ്റി നിർത്തി. പക്ഷേ രാഷ്ട്രീയമായിട്ട് വരുമ്പോൾ ആ ധാർമ്മികമായിട്ട് നടപടിയെടുക്കാൻ കാണിച്ച ആ ഒരു മനസ്ഥിതി രാഷ്ട്രീയമായിട്ട് വരുമ്പോൾ അത് ചോർന്നു പോകുന്ന അവസ്ഥയാണ്. കാരണം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് നഗരസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളിൽ ഇടപെടുകയും കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടു, സോഷ്യൽ മീഡിയയിലൊക്കെ അത് വൈറലായാണ്. ബി ജെ പിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ഇടപെടുകയും കോൺഗ്രസിന് അനുകൂലമായിട്ട്, സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് തീരുമാനം അവിടെ വെച്ചുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ ആർജവത്വമൊക്കെ വളരെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ കൊട്ടിഘോഷിക്കുകയും ചെയ്തു. അത് സത്യമാണ്. അദ്ദേഹത്തിന് ഇടപെടാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉള്ള നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ കോൺഗ്രസിന് രാഷ്ട്രീയപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിടാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോഴുള്ളതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ നേതാക്കൾ പലരും മിണ്ടാതിരിക്കുന്നതും. കെ മുരളീധരനെ പോലെയുള്ള കുറച്ച് നേതാക്കൾ മാത്രം ഇതിനെക്കുറിച്ച് വെട്ടിത്തുറന്ന അഭിപ്രായം പറയുന്നത് അതുകൊണ്ടാണ്. ഈ ധാർമ്മികമായിട്ട് നേരിടുന്ന അതേ കരുത്തോടെ രാഷ്ട്രീയപരമായിട്ട് പ്രതിസന്ധിയെ നേരിടാൻ നമുക്ക് കഴിയില്ല, പ്രത്യേകിച്ച് കോൺഗ്രസ് പോലുള്ള പാർട്ടി. കാരണം വെച്ചാൽ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനേക്കാൾ നിർണായകമാണ്. പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ശ്രീകുമാർ മനയിൽ സതീശനും ചെന്നിത്തലയ്ക്കും ഒക്കെ മുകളിലുള്ള ഒരു കേന്ദ്രത്തിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഈ പുതുതായി രൂപം കൊണ്ടിട്ടുള്ള KC ഗ്രൂപ്പിന്റെ മുന്നണി പോരാളികളായി രാഷ്ട്രീയ ഉപശാലകളിൽ കേൾക്കുന്ന പേരുകൾ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരാണ്, ഷാഫി പറമ്പിലും AP അനിൽകുമാറും അടക്കം. അപ്പോൾ ഇപ്പോഴത്തെ KPCC വർക്കിംഗ് പ്രസിഡന്റുമാർക്കും പ്രസിഡന്റിനും ഒക്കെ കൂടുതൽ ലോയൽറ്റി എന്ന് പറയുന്നത് KC വേണുഗോപാലിനോടാണ്. അപ്പോൾ അദ്ദേഹം രാഹുലിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്. അതുകൊണ്ട് ഇപ്പോൾ സതീശനും ചെന്നിത്തലയും എന്തൊക്കെ പറഞ്ഞാലും രാഹുലിന് കിട്ടേണ്ട സംരക്ഷണം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഇറങ്ങി കളിക്കുന്നത്. അല്ലാതെ വെറുതെ ഇൻട്രൂഡ് ചെയ്ത് ഞാൻ ദേ കോൺഗ്രസ് ആണ് എന്ന് പറയുകയല്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? അഭിലാഷ് പറഞ്ഞതിനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ പറയാം. ഞാൻ നേരത്തെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിൽ കേവലം 2 പവർ സെൻറ്റേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്നും നിരവധി പവർ സെൻറ്റേഴ്സിലേക്ക് കോൺഗ്രസ് എലാബറേറ്റ് ചെയ്ത് പോയപ്പോൾ ഉണ്ടായിരുന്നൊരു പ്രശ്നമാണിത്. നേരത്തെ 2 പവർ സെൻറ്റേഴ്സ് മാത്രം ഉണ്ടായപ്പോൾ കരുണാകരനായാലും ആൻ്റണി ആയാലും മറ്റു പലരായാലും ഇത് തീരുമാനമെടുക്കുക, ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുത്ത് നടപ്പാക്കാൻ എളുപ്പമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൽ നോക്കൂ, നിരവധി പവർ സെൻറ്റേഴ്സാണ് കോൺഗ്രസിൽ. ഡൽഹി കേന്ദ്രീകരിച്ചൊരു പവർ സെൻറ്റർ, തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും മറ്റ് കേരളത്തിൻ്റെ പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും പവർ സെൻറ്ററുകൾ രൂപമെടുത്ത് വന്നപ്പോൾ ഒരു പവർ സെൻറ്റർ ഒരിക്കലും മറ്റൊരു പവർ സെൻറ്ററായിട്ട് യോജിക്കില്ല, അവർക്ക് കൈ കൊടുക്കില്ല. ഈ പവർ സെൻറ്റേഴ്സ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ആരാണ് തീരുമാനമെടുത്തതെല്ലാം നടപ്പാക്കേണ്ടത്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇറങ്ങിയപ്പോൾ ഇറങ്ങാൻ പാടില്ല, ഒരു കാരണവശാലും അയാളെ ആ പരിപാടിക്ക് ഇറക്കരുതെന്ന് പറയാൻ ആരാണ് നിർദ്ദേശം കൊടുക്കേണ്ടത്? ഈ നിർദ്ദേശം കൊടുക്കേണ്ട പവർ സെൻറ്ററിന് ഒരുപക്ഷെ അതിനേക്കാൾ മുകളിലുള്ള മറ്റൊരു അധികാര കേന്ദ്രങ്ങൾ വിലക്കുന്നുണ്ടാവുമോ? ഇത്തരം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പവർ സെൻറ്ററുകളുടെ നിരവധി പവർ സെൻറ്ററുകൾ കേരളത്തിലെ കോൺഗ്രസിൽ രൂപമെടുത്തതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ആളുകൾ.
പണ്ട് അങ്ങനെ ആയിരുന്നില്ലേ? പണ്ടൊരു ഒരു ആളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് KM മുരളീധരനെ പോലും സസ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാം. KM മുരളീധരനെ സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്ന്. ആ സമയത്ത് അദ്ദേഹത്തിന് ഇതുപോലെ ഇറങ്ങിടക്കാൻ പറ്റില്ല, ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, ഒരു പാർട്ടിയുടെ ഒരു മീറ്റിംഗിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. KM മുരളീധരന്, K കരുണാകരൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് KM മുരളീധരനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഒരു പാർട്ടി പരിപാടിയിൽ ഒരു പാർട്ടി ഓഫീസിൽ കയറി ചെല്ലാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നാണ് ഈ ഒരു 2005 നിന്നും 2025 എത്തുമ്പോഴുള്ള കോൺഗ്രസിന്റെ ആ ഒരു ട്രാൻസിഷൻ എന്താണെന്ന് അഭിലാഷിനെ പോലത്തെ മാധ്യമപ്രവർത്തകർ പഠിക്കേണ്ടതാണെന്നുള്ള എൻ്റെ അഭിപ്രായം. കാരണം നിരവധി പവർ സെന്ററുകളും നിരവധി നേതാക്കളും നിരവധി താല്പര്യങ്ങളും ഒത്തുചേരുമ്പോൾ പിന്നെ ആരെ വിലക്കും, ആരാർക്ക് കൂജ്യവില കിടും, ആരാർക്ക് നിർദ്ദേശം കൊടുക്കും? ഇതാണ് കേരളത്തിലെ കോൺഗ്രസ് ചേരുന്ന പ്രശ്നം. അത് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലൊരാൾക്ക് കുറച്ചുകൂടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്പേസ് തുറന്നു കിട്ടി. അത് നമ്മളിപ്പോൾ നേരത്തെ അഭിലാഷ് പറഞ്ഞ പേരുകൾക്കെല്ലാം അതിന് ഈ പറയുന്ന അതിനെല്ലാം അവർക്ക് പങ്കുണ്ടായിരിക്കാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇതാണ് സംഭവിച്ചത്. ഈ ഒരു ആരും ആരോട് ബാധ്യതയോ ഉത്തരവാദിത്വം ഇല്ലാതെ എല്ലാവരും അവനവൻ്റെ സ്പേസിൽ കളിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതല്ലാതെ ഇതിനപ്പുറം എന്താണ് നടക്കുക? പാർട്ടിയെ മാനേജ് ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ മാനേജ് ചെയ്യാൻ കഴിയും, അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എങ്കിൽ. അതിനപ്പുറത്ത് ഈ കല്ലെ പിളർക്കുന്ന ശാസനകളൊന്നും നടപ്പാവില്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വ്യക്തമാവുകയാണ്. അവിടെ ശ്രീ